പരിഹാസങ്ങളിലൂടെയും അധിക്ഷേപങ്ങളിലൂടെയും വീഴാതെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് രേണു വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മാത്രമല്ല, രേണുസുധി എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലും താരം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തൻ്റെ സബ്സ്ക്രൈബേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് രേണു. സുധിയുടെ സംസ്കാരം നടത്തിയ സ്ഥലത്തെത്തിയിട്ടാണ് രേണു സബ്സ്ക്രൈബേഴ്സിന് നന്ദി പറയുന്നത്. രേണുവിൻ്റെ വാക്കുകൾ ഇങ്ങനെ: ഞാൻ സുധിച്ചേട്ടനെ കാണാൻ വന്നതാണ്. ഞാൻ സുധിച്ചേട്ടൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കരയില്ല എന്ന്. കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ സുധിച്ചേട്ടൻ നന്നായി വിഷമിക്കും. ഇവിടെ ഞാൻ കരയത്തില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് വന്നത്. പറയാൻ വന്നത് വേറൊന്നുമല്ല, എൻ്റെ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നു, രേണു സുധി എന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ കമൻസൊക്കെ കണ്ടിട്ട് ഒരുപാട് കണ്ണ് നിറഞ്ഞു പോയി. കാരണം അത്രയ്ക്കും സുധിച്ചേട്ടനെ സ്നേഹിക്കുന്നവരാണ് എനിക്ക് സപ്പോർട്ടുള്ളത്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ചേട്ടൻ്റെ മുന്നിൽ വന്ന ഹൃദയത്തിൻ്റെ ഭാഷയിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് നന്ദി പറയണമെന്നുണ്ടായിരുന്നു. ആ ഒരൊറ്റ കാരണത്താലാണ് പിന്നെ ഏട്ടനെ കാണാൻ വേണ്ടിയുമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഏട്ടനെ കണ്ടു, മനസ്സ് നിറഞ്ഞു, പ്രാർത്ഥിച്ചു. എന്നോട് ഒരു വാക്കേ പറയുന്നുള്ളൂ, കരയരുത് എന്നാണ് എൻ്റെ ഉള്ളിൽ പറയുന്നത്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 2 വർഷമായി കണ്ണുനീരൊക്കെ വറ്റി വരേണ്ട അവസ്ഥയായിരുന്നു. ഒരുപാട് കേൾക്കുന്നുണ്ട്. ഞാൻ ഓർത്തു, ആ നെഗറ്റീവ്സൊക്കെ കിട്ടിയപ്പോൾ എൻ്റെ ചാനൽ ആരും സപ്പോർട്ട് ചെയ്യില്ല എന്നാണ്, കുറച്ച് പേരെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഓർത്തത്. പക്ഷേ സത്യം പറഞ്ഞാൽ സുധിച്ചേട്ടനെ സ്നേഹിക്കുന്ന എല്ലാവരും എൻ്റെ ചാനലിന് ഭയങ്കര സപ്പോർട്ടാണ് തന്നത്. ഒരുപാട് നന്ദിയുണ്ട്. പ്രത്യേകിച്ച് സബ്സ്ക്രൈബേഴ്സിനോട് സുധിച്ചേട്ടൻ്റെ മുന്നിൽ നിന്ന് നന്ദി പറയണമെന്ന്. അത് സുധിച്ചേട്ടൻ തോന്നിച്ച് തന്നെയായിരിക്കും. ഇനിയും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്നാണ് രേണുസുധി പ്രേക്ഷകരായിട്ട് പറഞ്ഞത്. ഇതുപോലുള്ള വീഡിയോസുകൾക്കായി ചാനൽ സപ്പോർട്ട് ചെയ്യാനും കൂടെ നിൽക്കാനും മറക്കല്ലേ.